നമസ്കാരം. ഇല്ലേണ വയലിലെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ്. ഈ സ്ഥലം എവിടെയാണ്? തിരുവാണിയൂർ അല്ലേ? ചോട്ടാനിക്കര അമ്പലത്തിലാണ് മാർക്ക് വരുന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് നമ്മളൊരു ഡോഗിനെ എടുത്തിട്ടുണ്ടായിരുന്നു, പപ്പി. അപ്പൊ അവന് ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. നമ്മൾ തന്നെ എടുത്തിട്ട് ട്രെയിനിങ് കഴിഞ്ഞ ശേഷം ആളെ കൊണ്ടാക്കാൻ വന്നതാണ്. അപ്പൊ ഓണറും അതിന്റെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. പറഞ്ഞു കേട്ടോ. അത് നിങ്ങളെ പരിചയപ്പെടുത്താം. ഓക്കെ. എൻ്റെ പേര് ജുബിൻ എന്നാണ്, വീട് തിരുവാണിയിൽ. ഞാൻ സച്ചിനെ പരിചയപ്പെടുന്ന യൂട്യൂബ് വഴിയാണ് ഫസ്റ്റ്. അത് ഞാൻ സച്ചിൻ്റെ വീഡിയോസ് എല്ലാം കാണുമായിരുന്നു. വീഡിയോസ് കൊണ്ട് സച്ചിൻ്റെ ട്രെയിനിങ് എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഞാൻ സച്ചിനെ ഒരു ദിവസം കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു എനിക്കൊരു ഡോഗിനെ വേണം, എനിക്ക് എൻ്റെ ഇതൊക്കെയാണ് എനിക്ക് വേണ്ടത്, അതായത് ഗാർഡിങ് ആണ് മെയിൻ എൻ്റെ പർപ്പസ്. അപ്പോൾ സച്ചിനെ വിളിച്ചു. സച്ചിൻ, ഞാൻ ആദ്യം കെങ്കോസയാണ് പറഞ്ഞത്. സച്ചിൻ പറഞ്ഞു അങ്ങനെ ഗാർഡിങ് ബെസ്റ്റ് ചെയ്യേണ്ട ഇത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തായിരുന്നു കാര്യം പറഞ്ഞത്? അതിന് ഒന്ന് ഗാർഡിങ് ഡോഗ് അലേർട്ടായിരിക്കണം, ചെറിയ ഡോഗ് അലേർട്ടായിരിക്കണം. പിന്നെ ഞാൻ മെയിനായിട്ട് പറഞ്ഞു കുരയ്ക്കണം ഡോഗ്. അപ്പോൾ ഒത്തിരി ഡോഗ്സിനെ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഷോ ഡോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ സച്ചിൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മാലനോയ്സ് ആയിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സച്ചിൻ തന്നെ അങ്ങനെയാണെങ്കിൽ ഡോഗിനെ സെലക്ട് ചെയ്ത് ട്രെയിൻ ചെയ്ത് തന്നാൽ മതി. അപ്പോൾ ഇവനെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഡോഗിനെ കണ്ടിട്ടില്ല, ഒരു ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ. സച്ചിൻ തന്നെ എടുത്ത് ട്രെയിൻ ചെയ്ത് ഇന്നാണ് ഇവിടെ ഡോഗ് വരുന്നത്. ഞാൻ ഹാപ്പിയാണ് ഡോഗ് വന്നതിൽ. ഞാൻ ഉദ്ദേശിച്ച അതേ കളറ്, അതേ ബോൺ സൈസ് എല്ലാം വന്നിട്ടുണ്ട് ഡോഗിന്. ട്രെയിനിങ് കുഴപ്പമില്ല. പിന്നെ വന്നതിൻ്റെ ഒരു ചെറിയ പേടിയുണ്ട് ആൾക്ക്. പുതിയ സ്ഥലം, പപ്പി സ്റ്റേജ് ആണ്. വന്നതിൻ്റെ ഒരു ചെറിയ പേടിയുണ്ട് ആൾക്ക്. ഓക്കെ. അപ്പൊ അവിടെ ഇട്ടുണ്ടെങ്കിൽ പുറത്ത് റെസ്റ്റ് ഇല്ല, അവിടെ യാതൊരു റെസ്റ്റും ഇല്ല. അപ്പൊ ഓരോ സമയത്തും അലേർട്ടാണ്. അപ്പോ ആ ഒരു പ്രശ്നം നമുക്ക് കൂടുകയും കുറയില്ല. അപ്പൊ നമുക്ക് നോക്കാം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ. എന്തായാലും ഞാൻ ഇവിടെ വിട്ടിട്ട് പോകുന്നതല്ല. ഓക്കെ, പറഞ്ഞു. അത് ഡോഗിനെ എടുക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഡോഗിനെ കാണാതെ എടുത്ത് ആ ട്രസ്റ്റ് ഞാൻ സച്ചിനിലുണ്ട്. കാരണം ഉണ്ടെങ്കിൽ അത് ആരാ ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കുന്നത്. കാരണം ആള് തന്നെ എടുത്ത് ആള് തന്നെ ട്രെയിൻ ചെയ്ത ഡോഗാണ്. ഇന്നാണ് ഞാൻ ഓണറായി ഞാൻ കാണുന്നത്. അന്ന് കളറും കാര്യങ്ങളൊക്കെ കളറ് പറഞ്ഞായിരുന്നു സച്ചിൻ. അപ്പൊ ഞാൻ എന്റെ മാർക്കിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച അതേ രീതിയിൽ തന്നെ ഡോഗ് വന്നേക്കണേ. സൈസും ഓക്കെയാണ്, കളറ് ബെസ്റ്റ് ആണ്. എനിക്ക് ഞാൻ ഉദ്ദേശിച്ച അതൊരു കളറ്. അപ്പോ നമുക്ക് ഇവരുടെ അയച്ചു വിടാൻ പറ്റണം. ഓക്കെ. ചെയ്യേണ്ട കാര്യം ഒന്നാമെന്ന് വെച്ചാൽ ഈ സൈഡ് മറിച്ചിരുന്നു കൂടിന്റെ. ഈ കൂട് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കറക്റ്റ് വ്യൂ ഗേറ്റിലേക്കാണ്. അപ്പൊ ആൾക്കാരെ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുരക്കുന്നത് കുറയും, പക്ഷെ തീരെ കുരക്കില്ല. അതായത് നമുക്ക് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കൂട് ക്ലോസ് ആകാൻ പാടില്ല. അപ്പുറം ഓപ്പൺ ആയിട്ട് കുഴപ്പമില്ല, ഈ സൈഡ് ചേർത്ത് മാറണം. അപ്പോൾ ചെറിയ അനക്കം കേട്ടാലും ഡോഗ് അലേർട്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അഴിച്ചു വിടുന്ന സമയം, ആൾക്കാർ പോകുന്ന സമയങ്ങൾ അഴിച്ചു വിട്ടുണ്ടാവും. പക്ഷെ ലൈറ്റ് ആയിട്ട് നമുക്ക് രാവിലെ ആ സമയങ്ങളൊക്കെ അഴിച്ചു വിട്ട് പരമാവധി ആ ഭാഗത്തേക്ക് തന്നെ കളിപ്പിക്കുക. ആൾക്കാരെ കുറച്ച് 2 മാസം നിൽക്കട്ടെ, അതിനുശേഷം ആൾക്കാരെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ മതി. ഓക്കെ. പിന്നെ ഇവന്റെ കാര്യങ്ങൾ, ഇവനെ നമുക്ക് അഴിച്ചു വിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ഓക്കെ. ഫസ്റ്റ് നമുക്ക് ബേസിക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് നമുക്ക് ഈ കോൾ യൂസ് ചെയ്യാം. നിങ്ങളൊരു യാതൊരു ബോണ്ടിങ്ങും ഇല്ലടോ, ആദ്യമായിട്ട് കാണുന്നതാണ്. ഞാനല്ലാണ്ട് എന്റെ പണിക്ക് അവരുടെ 2 ആളല്ലാണ്ട് വേറെ ആരെയും കണ്ടിട്ടുണ്ട്. അപ്പൊ 3ാമത് ഒരാളെ കാണുമ്പോൾ അതിന്റെ ഒരു പേടി ഡോഗിലുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ മാക്സിമം ആയിട്ട് ബോണ്ടിങ് ഉണ്ടാക്കാം. ഫസ്റ്റ് നമുക്ക് ഫുഡിൽ തന്നെ ചെയ്യാം. ഫുഡ് ചെയ്തിട്ട് ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം. ബാക്കി വീട്ടിലെ ആൾക്കാരെ ഉൾപ്പെടുത്തണം. ശരി, അവര് നിങ്ങളില്ലെങ്കിൽ അവരാണ് നോക്കേണ്ടത്. അപ്പൊ അവർക്കും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഫസ്റ്റ് ബേസിക് ആയിട്ട് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് ഫുഡ് കൊടുത്തിട്ട് പല ഭാഗത്തുനിന്ന് ഡോഗിനെ വിളിക്കാം. ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, ചെറിയ ട്രീറ്റ് കൊടുത്ത് ചെറിയ പ്രായമാണല്ലോ. പല ഭാഗത്തുനിന്ന് വിളിക്കുമ്പോൾ ഡോഗ് പല ഭാഗത്തെ ഓടി വരും. വന്ന ശേഷം നമുക്ക് ഡോഗായിട്ട് ബോണ്ടിങ് ഉണ്ടാകും. പിന്നെ നമ്മുടെ അടുത്ത് നിന്ന് പോവില്ല, ബാക്കിയൊക്കെ ചെയ്താണ്. പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ ഇവന് ചെരുപ്പ് കണ്ടിട്ടില്ല, ചെടിയൊന്നും കണ്ടിട്ടില്ല ഇന്നേവരെ. കാരണം നമ്മൾ ഗ്രൗണ്ടിലേക്ക് അയച്ചു കൊടുക്കും, നമുക്ക് അവിടെ ചെരുപ്പോ ചെടിയോ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അത് ക്ലിയർ ചെയ്യാം. രണ്ടാമത്തെ സ്റ്റേജ് ക്ലിയർ ചെയ്യാം. ഇതൊന്നും ഇവിടെ വെച്ച് ഞാൻ പറഞ്ഞു, ഇവിടെ സ്റ്റോപ്പ് ആവുന്നില്ല. ഇത് ഇവന്റെ ട്രെയിനിങ് ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ്. നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അതിൽ നിന്നാണ് ഇവന്റെ സ്വഭാവം മാറി വരുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. എന്നെ വിളിക്കാണ്ട് എനിക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഫീൽ ചെയ്യുന്നത് വെച്ചാൽ എന്നെ വിളിച്ചു വന്നാൽ ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് കാര്യം ഫസ്റ്റ് നമുക്ക് സിറ്റ് ഡൗൺ വെയിറ്റ് ഇതൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. ഫുഡിന്റെ കാര്യം നമുക്ക് ചെയ്ത് നോക്കാം. കൂട്ടി കയറുന്നത് നമുക്ക് നോക്കാം. കൂടെ നടക്കുന്നതും അതൊക്കെ നമുക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. ശരി, 3:30 നടക്കാം. ലീശുമല്ലേ കൂടെ എന്നോട് സംസാരിച്ചാൽ മതി, അത് നോക്കിയേ വേണ്ട. അത് നമുക്ക് ഈ ഒരു ലെവലിൽ വേണം നടക്കാൻ വേണ്ടിട്ട്. ലിഷ് പുള്ളിങ് ഉണ്ടാകാൻ പാടില്ല, ദേഹത്ത് കയറാൻ പാടില്ല, സൈഡിലേക്ക് സ്നിഫ് ചെയ്യാൻ പാടില്ല. വേറെ ഡോഗിനെ കണ്ടാൽ പോലും ഗുഡ് ബോയ്. അവിടെ വെയിറ്റ് കേട്ടോ.
ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ഇത് പഠിപ്പിക്കണം, നമ്മൾ തന്നെ പഠിപ്പിക്കണം. ചിലപ്പോൾ ഈ സമയത്ത് എണീച്ച് പോവാം, മറ്റേ പൂച്ചേനെ കാക്കേനെ കണ്ടിട്ട് എണീച്ച് പോവാം. പക്ഷെ ആ സമയത്ത് നമ്മൾ അത് കറക്റ്റ് ചെയ്ത് വീണ്ടും അവിടെ തന്നെ പിടിച്ചിരിക്കുക. ആ ടൈമിംഗ് ഇന്റർവെൽ കൂട്ടിയെടുക്കുക. എത്ര സമയം ഇരുത്താൻ പറ്റും അത്ര സമയം നല്ലത്. അപ്പൊ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒരു റൗണ്ട് കറങ്ങി വന്നാലും ഡോഗ് ഇവിടെ ഉണ്ടാവും. അതാണ് നമ്മുടെ ആവശ്യം. നമ്മുടെ ആവശ്യം അങ്ങനെയാണ്. പക്ഷെ അത് ഈ പൊസിഷൻ ആയാലും ഡൗൺ ആയാലും ശരി, 2 പൊസിഷനിൽ വെയിറ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കറങ്ങി വരുമ്പോൾ ഡോഗ് ഇവിടെ ഉണ്ടാവും. ബാക്കി നിങ്ങൾ ചെയ്തോ. ഗുഡ് ബോയ്. ആ സമയത്ത് നമ്മൾ മറക്കുന്നതാണ് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി. കാരണം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ കറക്ഷൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഡോഗ് ഡൗൺ ആയി പോകും. അതാണ് ഞാൻ പേടി കൂടുന്നത്. നമ്മൾ അപ്രീഷിയേറ്റ് കൂടുമ്പോൾ ആ ഡോഗിന്റെ ഈ ഇയർ ഉണ്ടല്ലോ സ്ട്രൈറ്റ് ആയി നിക്കോ. Good boy, nice boy, good boy. Okay. Move. Great. Good boy. Nico, good boy. വേണമെങ്കിൽ ഇവിടെ സ്ലോപ്പ് ആകാം. ഇതൊരു സ്ലോപ്പ് ആക്കിയ കുറച്ചുകൂടി നന്നായിരിക്കും. കയറി പോവാൻ തട്ടുന്നതായിട്ടില്ല, അവന്റെ കാലിന് ശരി പെയിൻ ഉണ്ടായോണ്ട്. നമുക്കൊരു സ്ലോപ്പ് ആക്കാം. ഓക്കെ കഴിയുമ്പോ പിന്നെ അത് ചാടി കയറിക്കും. ചെറിയ ഹൈറ്റ് അല്ലേ. ഈ ഹൈറ്റ് ശരിക്കും പറഞ്ഞ പ്രശ്നമല്ല. ഒരു പ്രശ്നമല്ല. Okay. Good boy, Nico. Okay. Good boy, nice boy. Good boy, Nico. Good boy. ഫുഡ് കൊടുത്താൽ ടോയ്ലറ്റ് ചെയ്യാൻ വേണ്ടി വായിച്ചു വിടണം. കാരണം അത് നമ്മൾ ശീലിപ്പിച്ച കാര്യമാണ്. അത് കൂടുതലാണ് ചിലപ്പോൾ കൂടി ചെയ്തു. നമ്മൾ രാവിലെ അയച്ച് പുറത്തേക്ക് വിടും. ഒരു 6:30. നമ്മൾ 6:30ക്കാണ് ഓണാവുന്നത്. 6:30 ആകുമ്പോൾ ഒരാളെ അയച്ച് പുറത്ത് വിടും. എന്നിട്ട് കൂട്ട് കയറ്റും. രണ്ടാമതാണ് ഫുഡ് കൊടുക്കുന്നത്. ഫുഡ് കൊടുത്ത് പപ്പി സ്റ്റേ ആണ്. ഫുഡ് കൊടുത്ത ശേഷം ഒന്ന് അയച്ച് പുറത്തേക്ക് വിട്ടു. പിന്നെ ഉച്ചക്ക് ട്രെയിനിങ് സമയത്ത് അയച്ചു വിടണം. അപ്പോൾ ഒരു 4-5 പ്രാവശ്യം ഒരു ദിവസം അയച്ചു വിടണം. ഇത് പെട്ടെന്ന് നിങ്ങൾ 2 നേരം അയച്ചു വിടുമ്പോൾ ബുദ്ധിമുട്ടാവും. ഓർഡർ ആയിട്ടില്ല അവര്. അപ്പം മെല്ലെ ആ ഒരു ടൈമിംഗ് നോക്കിയാണ്. ഫുഡിങ് ടൈം രാവിലെ ഉച്ചക്ക് വൈകുന്നേരം 3 സമയങ്ങളിലായിട്ട്. വൈകുന്നേരം നിങ്ങൾക്ക് ഒരു 5 മണി 6 മണിയാകുമ്പോൾ കൊടുക്കാം. പിന്നെ വേണ്ട. ഒരു 5 മണി 6 മണിയാകുമ്പോൾ ഭക്ഷണം കഴിച്ച് കിടന്ന് ഒരു 9-10 മണിയാകുമ്പോൾ വേണോ നമ്മൾ കിടക്കുന്ന സമയത്ത്. അപ്പം ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ കിടക്കുമ്പോൾ എല്ലാവരും ഭക്ഷണം കൊടുത്തിട്ട് നമ്മുടെ കൂടെ ഡോഗ് കഴിക്കും. അവർ 5 മണി 6 മണി സമയത്ത് ഭക്ഷണം കൊടുത്തിട്ട് കിടത്തണം. No, yeah. No. Nico. No, back. Good boy, yeah. നല്ല കളിക്കാൻ പറ്റിയ സ്ഥലമാണ്. ശരി, തകർത്ത് കളി. ഫുഡ് ഓക്കെയാണ്. ഫുഡ് നല്ല ഡ്രൈവാണ്. തുടരണുണ്ട് അങ്ങ് ഫുഡിൽ പിടിക്കണം. നിങ്ങൾക്ക് കൂടി റൈറ്റ് ഉണ്ട് അതിൽ എടുക്കാൻ വേണ്ടി. കൈ ഇടാനും പിടിക്കാനും പാത്രം വെക്കാൻ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ കൈയും കൊണ്ട് പോകുന്ന സമയത്തായിരിക്കും അവൻ റോഡടിക്കാം. അതൊരു പേടിച്ചിട്ടോട്ടായിരുന്നു. പേടിയോട്ടല്ലേ? ആ പേടി വേണ്ട, എടുത്തു വിടാൻ പറ്റും. നിങ്ങൾ ഫുഡ് കൊടുത്ത് മാറിയിട്ടുണ്ടെങ്കിൽ 2ാമത്തെ വർഷം അടുത്ത് പോകുന്ന സമയത്ത് ഫുഡ് അഗ്രഷൻ ആയിട്ട് വരും. ഫുഡ് കൊടുത്താൽ നമുക്ക് ഓരോ ബോഡി ടച്ച് ചെയ്യാം, പാത്രം ടച്ച് ചെയ്യാം, എല്ലാം ടച്ച് ചെയ്യാൻ പറ്റും. എന്തറിയോ, അവിടെ നമ്മൾ വിളിക്കേണ്ടത് ഹിയാനാണ്. അടുത്ത് വരിക. അടുത്ത് വന്നാൽ ഒന്ന് ടച്ച് ചെയ്യാം. ഗുഡ് ബോയ്. അതെന്ന് വെച്ചാല് അതൊരു മെസ്സേജ് ആണ്. അടുത്ത് വന്നാൽ അടുത്ത് വന്നാൽ ടച്ച് ചെയ്ത് വന്നതിന് നമ്മൾ റിവാർഡ് കൊടുക്കുകയാണ് ടച്ചിലൂടെ. ഗുഡ് ബോയ്.
Good boy. Nice. Good Nice. Nice boy. Good boy. Good boy, Nico. Good boy. Good boy, Nico. Good boy. Okay അല്ലേ? ആ സംഭവം ഓക്കെ അല്ലേ? Okay. ഭക്ഷണം കൊടുക്കുക, കഴിച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് കഴിച്ചു കൊടുക്കുക. Good boy. Good boy, Nico. വിളിച്ചോ? Nico. Yeah. Good boy. Nice. കടാ തുറന്നു വെച്ചിട്ട് അത്. ഇനിയിപ്പോൾ നമുക്ക് അധികം പരിപാടിയൊന്നുമില്ല. നേരെ വീട്ടിലേക്ക്. അപ്പോൾ പറഞ്ഞോ, ഇവിടെ തന്നെ പറഞ്ഞോ. Nico, try. Yes. Good boy. Nico. Good boy. ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തോ, ഒന്ന് പെറ്റ് ചെയ്തോ. ആ ചെയിൻ ഒന്ന് ഊരി വെച്ചോ, വീടെടുക്കണം. കാരണം അത് ചില വായിൽ കുടുങ്ങും. ഓക്കെ. ഗുഡ് ബൈ. ഈ കൂട് കിട്ടുന്ന സമയത്ത് ഈ ഒരു കഷ്ണം കണ്ടോ, ഇത് മിക്കവാറും നമ്മുടെ തലക്കിലുള്ളതാണ്. അതെ അതെ. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി കട്ട് ചെയ്യാം. ആ. എന്നിട്ട് നമുക്ക് കയറാൻ പറ്റുന്ന ഇത് തന്നെ കൂടുണ്ടാവും. ഓക്കെ ഓക്കെ. അടിച്ചടിച്ച് എന്റെ തല കുറേ പോയി. ചെറുപ്പൊക്കെ മതി അല്ലേ? നമ്മ കയറി വരുമ്പോ ഓർക്കില്ലേ ഈ സംഭവം. ഓക്കെ ഓക്കെ. അത് കുറച്ചും കഴിഞ്ഞെങ്കിൽ ക്ലിയർ ഇനി ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ. വേണമെങ്കിൽ അത് എന്തായാലും എനിക്ക് അവിടെ ചെയ്യാൻ ഇത് ചെയ്യാൻ. അപ്പൊ അത് ചെയ്തോ, അത് നമ്മൾ തന്നെ ഇഷ്ടം പോലെ കിട്ടും. ഓക്കെ ഓക്കെ. വൈകുന്നേരം നടക്കണം. ഓക്കെ. ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. പോട്ടെ. പിന്നെ സപ്ലിമെന്റ്സും കാര്യങ്ങളും അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ റിവ്യൂ? കൊള്ളാം. സൂപ്പർ. ഓക്കെ.